എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. മുട്ടയും ബ്രെഡും ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇവിടെ 3 മുട്ട ബോയിൽ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3-4 പേർക്ക് മാത്രമായി തയ്യാറാക്കാനാണെങ്കിൽ 1 മുട്ട എടുത്താലും മതിയാവും. ഈ മുട്ട നമുക്ക് ഫോർക്കോ കത്തിയോ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. മുട്ടയ്ക്ക് പകരമായിട്ട് ചിക്കനോ ബീഫോ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് പൊടിച്ച് ചേർത്തും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രൗൺ സൈഡ് ഒഴിവാക്കിയ കുറച്ച് ബ്രെഡ് സ്ലൈസും ബ്രെഡ് ക്രംസുമാണ്. ബ്രെഡ് എടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാത്ത ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ഒഴിവാക്കിയ ബ്രൗൺ സൈഡും കൂടത്തിന് 1-2 ബ്രെഡ് കൂടി പൊടിച്ച് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്കിലേക്ക് ആവശ്യമായ ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും 1/2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മസാലയിലേക്കുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് കൈയെടുക്കാതെ നന്നായി ഇളക്കി സവാള ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. മസാലപ്പൊടികൾ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് 1-2 മിനിറ്റ് മസാലകളുടെ എല്ലാം പച്ചമണം മാറാനായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് മസാലയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് മസാലയെല്ലാം മുട്ടയുടെ എല്ലായിടത്തേക്കും ഒരേപോലെ അകത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് ഒന്ന് മുക്കി നനച്ചെടുക്കാനായിട്ട് ഇതുപോലെ 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഓരോ ബ്രെഡ് സ്ലൈസായി എടുത്ത് പൊടിഞ്ഞു പോവാതെ വെള്ളത്തിൽ പതുക്കി ഒന്ന് മുക്കിയെടുത്ത ശേഷം വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ അകത്ത് വെച്ചൊന്ന് പൊതിഞ്ഞ് ഏകദേശം ഒരു ഷേപ്പായി കിട്ടിക്കഴിയുമ്പോൾ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി നല്ലൊരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസ് കൂടി മസാല വെച്ച് പൊതിഞ്ഞ് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി ഷേപ്പാക്കി എടുത്ത ശേഷം എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് കഴിയുമെങ്കിൽ 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് പുറത്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഓയിൽ വേണമെന്നില്ല, വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ബ്രെഡ് ബോൾസ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് എല്ലാ സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടുന്നത് വരെ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്നാക്കിൻ്റെ എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഓയിലിൽ നിന്നും കോരി മാറ്റി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ടയും ബ്രെഡും ചേർത്ത് വളരെ പെട്ടെന്ന് രുചികരമായി തയ്യാറാക്കാൻ കഴിയുന്ന ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്